പീറ്റ് ആണെങ്കിൽ സ്കൂളിലേക്കൊന്നും പോകാതെ കുറച്ച് ദിവസമായി ചായയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവനുള്ള ഫുഡും നോട്ട്സും എല്ലാം ചായ അവന് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. എന്നാൽ അവനിനി പഠിക്കുന്നില്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താനാണ് ഞാൻ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പീറ്റ് അവളോട് പറയുന്നത് കേൾക്കുമ്പോൾ, എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും പഠിക്കാൻ നോക്കുകയെന്ന് ചായ പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. എന്നാൽ അബ്രോഡ് എവിടെയെങ്കിലും പോകാം, നീ എവിടെ പോയാലും ഞാനും കൂടെ ഉണ്ടാകുമെന്ന് അവൾ പറയുമ്പോഴാണ് അബ്രോഡ് പോയാലോ എന്ന ഐഡിയ അവനും തോന്നുന്നത്. അതാകുമ്പോൾ അച്ഛനെ എത്ര അന്വേഷിച്ചാലും അവനെ കണ്ടെത്താനാകില്ലല്ലോ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു ആൻസർ കൂടി കിട്ടാനുണ്ടെന്ന് പീറ്റ് അവളോട് പറയുവാണ്. അതെന്താണെന്ന് ചായ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ടോപ്പിക്ക് മാറ്റുവാണ്. ഇതേ സമയം പീറ്റിന്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ്.